ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങളെല്ലാവരുടെയും മുമ്പിലൊക്കെ 25ാമത്തെ വർഷം ദൈവം ആഘോഷിക്കാൻ, വിവാഹ വാർഷികം ആഘോഷിക്കാൻ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. വന്ദിച്ചിടാമെനിക്കെന്റെ നാവു പോരായേ, എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത്, ആയിരമായി സ്തുതിച്ചു. 24 years ബാക്കിലേക്ക് ഒന്ന് റീവൈൻഡ് ചെയ്യാനുള്ള ഒരു മൊമെന്റ് ആണ് ഇത്, അല്ലേ? സോ ഇതാവുന്നു ഷൈനിങ് സ്റ്റാർസ് ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണ് ഇവിടെ. സോ എന്താണ് ആ ഫീൽ, വാട്ട് യു വാണ്ട് ടു സേ ഇങ്ങനെ ഒരു സക്സസ്ഫുള്ളി 25 years ആയിട്ട് പോകുന്നത്? Matthew and Beena. And I'm welcoming all of you into this today's function. And what താങ്ക് യു ഷബീർ. സോ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ നമുക്ക് അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന് എല്ലാവരും ഫെമിലിയർ ആയിരിക്കും, നിങ്ങൾ ആസ് എ ഫാമിലി. ആൻഡ് കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു CA ഹോൾഡർ ആണ്. ആൻഡ് ഹീസ് വർക്കിംഗ് വിത്ത് ആൻ സക്സസ്ഫുള്ളി ഒരു ഫിനാൻഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ആൻഡ് ഹിയർ and you know this 25 years of awareness is very hard. It includes many things to make it happen like this. The health, the wealth, love, compassion, this all together making for this happy life of this 25 years. And fortunately, faithfully, successfully, they have completed this 25 years of silver milestone of this 25 years. You know, this type of session for the real star players of the year. നമ്മൾ ഇന്ന് കാത്തിരിക്കുന്ന ആ റാംകോ ഫേമിനെക്കായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്തു. ആൻഡ് അറൌണ്ട് 10 years ഇപ്പൊ ഖത്തറിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബിൻസി വർക്ക് ചെയ്യുന്നത് വിത്ത് ഹമദ്, ആൻഡ് അദ്ദേഹം ചെയ്യുന്നതും ഒരു ഖത്തറിലാണെന്നുണ്ടെങ്കിലും വേൾഡ് വൈഡ് ഇപ്പൊ നടക്കുന്ന ഒരു ഹോം സ്റ്റേ കൺട്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് വിഷ് ഹിം ഇൻ എ ബ്യൂട്ടിഫുൾ കരിയറിൽ ചെയ്യാം. ആൻഡ് അക്കൂട്ടത്തിൽ ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ട് വിളിക്കേണ്ട പേരാണ് ജൂഹി ജോഹാന, റൈറ്റ്? ആൻഡ് years ബാക്കിലേക്ക് ഒന്ന് റീവൈൻഡ് ചെയ്യാനുള്ള ഒരു മൊമെന്റ് ആണ് ഇത്, അല്ലേ? സോ ഇതാവുന്നു ഷൈനിങ് സ്റ്റാർസ് ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണ് ഇവിടെ. സോ എന്താണ് ആ ഫീൽ, വാട്ട് യു വാണ്ട് ടു സേ ഇങ്ങനെ ഒരു സക്സസ്ഫുള്ളി 25 years ആയിട്ട് പോകുന്നത്? സോ നിങ്ങളുടെ ആ ഒരു മൊമെന്റിന് ഒരു ഫീലും നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് തന്നെ നമ്മുടെ മാത്യു ചേട്ടന് കൊടുക്കാം, അല്ലേ? താങ്ക് യു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ സ്റ്റേജ് എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. നാളിതുവരെ കർത്താവ് ഞങ്ങളെ വഴി നടത്തി 25 വർഷക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ തന്നു. കുടുംബമായിട്ട് ഞങ്ങളെ ഇവിടെ നിർത്തി.
അതിനെത്ര പറഞ്ഞാലും മതി വരില്ല. ഈ അവസരം കർത്താവ് ഞങ്ങൾക്ക് തന്നു. ടിയർ ഓഫ് ഇമോഷൻസ് ഇവിടെ ഹാപ്പൻ ആവും നമുക്കറിയാം അല്ലെ. അത്രയും ഇമോഷണൽ ആയിട്ട് ഇവിടെ മേതച്ചേട്ടൻ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ വാക്കുകൾ എവിടെ ഇടരുന്നുണ്ടെങ്കിലും കൂടെ നമ്മൾ അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ഈവൻ നമുക്കും അത് അറിയാൻ പറ്റും. 25 ഇയേഴ്സിൽ ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഇനി ഇവരുടെയൊക്കെ നിങ്ങളെ അറിയുന്നവരാണ്. ആൻഡ് അക്കോർഡിംഗ്ലി ഈ സക്സസ്ഫുൾ ജേർണിയിൽ നമുക്ക് എല്ലാവർക്കും റീകളക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദ ക്വാളിറ്റി ഓഫ് ദ കപ്പിൾസ് എന്നാണ്. നമുക്ക് അറിയുന്ന പോലെ തന്നെ ഹെൽപ്പ് ഈച്ച് അതർ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എല്ലാവരും എനിക്ക് കിട്ടിയ പ്രൊഫൈലിൽ കിട്ടിയ ഒരു എന്നെ അട്രാക്ട് ചെയ്തൊരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. അത് വെദർ ഇറ്റ് ഈസ് എ ഡേ ഓർ നൈറ്റ് ആൻഡ് ഒന്നും നോക്കാതെ തന്നെ മറ്റുള്ളവർക്ക് ഇഫ് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓർ ഹെൽത്ത് മെന്റൽ ദേ ആർ റെഡി. അങ്ങനെ രണ്ടുപേരും ഒരുമിക്കുക എന്ന് പറയുന്നത് ഉണ്ടല്ലോ റിയലി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇനി ഇന്നത്തെ ഒരു മൊമെന്റിനെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് പോകണല്ലോ. ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് പോകാനായിട്ട് നമ്മൾ ഒരു കേക്ക് കട്ടിംഗ് മൊമെന്റിലേക്ക് പോവാണ്. പ്രയറിന് ശേഷം മനോഹരമായ ദിവസം, നല്ല സന്ധ്യയുടെ ആമം, സന്തോഷത്തോടും സമാധാനത്തോടും ദൈവം ചെയ്യുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ ആയുസ്സ് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം കർത്താവേ. ഇത് ഞങ്ങളുടെ മിടുകൊണ്ടല്ല കർത്താവേ, ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, തമ്പുരാന്റെ ദാനം കൊണ്ടൊന്നും മാത്രമാണ് കർത്താവേ. ഈ മരുഭൂമിയിൽ ഞങ്ങളെ നിലനിർത്തിയ വീടുകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഓരോ നിമിഷവും ഞങ്ങളെ പരിപാലിക്കുന്നു. സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാനുള്ള കൃപ തരുന്ന കർത്താവേ, തരുന്ന എല്ലാ നന്മകൾക്കുമായിട്ട് നന്ദിയോടെ സ്തുതിക്കുക. പ്രത്യേകം മാത്യുവിനെ ബീന ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. കഴിഞ്ഞ 25 വർഷക്കാലം ദൈവത്തിന് സ്തോത്രം. അപകടങ്ങളും എല്ലാം തലയ്ക്ക് മീതെ കടന്നുപോയി. കടന്നുകയറ്റ അവസ്ഥകളെല്ലാം ജീവിതത്തിലുണ്ടായിരുന്നു. അവിടെയും കരം പിടിച്ച ദൈവം, ശ്രേഷ്ഠതയോടെ നിലനിർത്തിയ ദൈവം, കൂട്ടുകാരെ ഫലമായി പോഷിപ്പിച്ച ദൈവം, ആഗ്രഹിച്ചിരുന്ന നിലച്ചിലുപരിയായിട്ട് വഴി നടത്തിയ ദൈവം, എല്ലാ നന്മകളാരെയും കർത്താവ് അനുഗ്രഹിച്ചല്ലോ. കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു, സമ്പത്തിനെ അനുഗ്രഹിച്ചു, ആയുസിനെ അനുഗ്രഹിച്ചു, ആരോഗ്യത്തെ അനുഗ്രഹിച്ചു കർത്താവെ, ഉപജീവന മാർഗത്തെ അനുഗ്രഹിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദി അല്ലാതെ ഞങ്ങളുടെ ജീവിതം. This is the 25th wedding anniversary celebration is happening by cutting the cake. Wonderful couples Matthew, Veena and the little princess Joey is joining Johanna baby. ഏതനിനാദം ഔവയെയും അബ്രാം സാറ ഇവരെയും കൃപയാൽ ദമ്പതികളിവരെ വാഴ്ത്തണമേ. ദമ്പതികളിവരെ വാഴ്ത്തണമേ. പ്രാർത്ഥനകൾ കേൾക്കുന്നവരെ യാചനകൾ നൽകും. ഇത് പിങ്ക് ടീമാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഗോൾഡൻ ടീമാണ്. ടീമിനെയാണ് നമ്മളിന്ന് വിജയിക്കാൻ വേണ്ടി പോകുന്നത്. പിങ്ക് പറയുമ്പോ ലെഫ്റ്റ്, ഗോൾഡ് പറയുമ്പോ ഓക്കെ. എന്നെ നോക്കരുത്, നിങ്ങൾ അവിടെ ഫ്രണ്ടിലേക്ക് നോക്കിക്കണ്ട കേട്ടോ. ഓക്കെ, നമ്മളൊരു ട്രയലിന് പോവാൻ. ട്രയൽ വെർഷൻ ആണ്. കളർ അങ്കിൾ മാറി മാറി പറയും. എന്നെ എല്ലാം നോക്കേണ്ട ഓഡിയൻസിനെയാണ് നോക്കേണ്ടത്. ദോസ് ആർ ലുക്കിംഗ് ഹിയർ വിൽ ബി എലിമിനേറ്റഡ്. ഫ്രണ്ടിൽ നോക്കാം. ഐ വിൽ ലീഡ്. ഓക്കെ, ദിസ് ഇസ് ഫോർ യു. ഓക്കെ, താങ്ക് യു. അവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം ഒന്നല്ല. എനിക്കറിയാൻ പാടില്ല സാർ, ഇത് എവിടെ നിന്നൊക്കെ കയറി വന്നാണെന്ന് പറഞ്ഞ പോലെ ഗെയിം തുടങ്ങിയിട്ട് വന്നാണ്. ഗോൾഡ്, പിങ്ക്, ഗോൾഡ്, പിങ്ക്, ഗോൾഡ്, പിങ്ക്, ഗോൾഡ്. എല്ലാവർക്കും അറിയാവുന്നതാണ് മത്തായിച്ചാനെയും ബീന ചേച്ചിയും. ഞങ്ങൾ മത്തായി എന്നാണ് വിളിക്കാറ്. ബീനാമ്മയും. ഇവരുടെ 25ാമത് വിവാഹ വാർഷികം. രണ്ടുപേരും ഇത്ര നല്ല കപ്പിള് എന്ന് പറഞ്ഞാൽ 25 ഇവരിനി 50, 75 ഒക്കെ മുന്നോട്ട് പൊക്കോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും നേർന്നുകൊള്ളുന്നു. ബീനാമേ, ഹാപ്പി ആനിവേഴ്സറി. ഓക്കെ, അതെ അതെ ഓക്കെ ആയിരുന്നു. വിഷമമുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? ഇവിടെ നമ്മള് ഹാപ്പിനെസ് തരുന്ന സംഭവം അല്ലെ. നമ്മളിങ്ങനെ ലേഡീസിന് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്ന കാര്യം. അതിന് അഞ്ചു പ്ലീസ് കം ഫോർവേഡ്. Of course, you see
താങ്ക് യു സോ മച്ച്. നമ്മുടെ ഒരു ഫൺ പാട്ട് യൂട്യൂബിൽ അവിടെ സോങ് അവിടെ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമായിരുന്നു. ടിക്ടോക്ക് പെർഫോമൻസ് ആയിരുന്നു. അതിനകത്ത് നിന്ന് നോക്കി പഠിച്ചാണ് നമ്മള് യൂട്യൂബിലെ കവർ വേർഷൻ നോക്കി പഠിച്ചതാ അല്ലെ. സോ ഡു മോർ. ഇനി ഒത്തിരി സ്റ്റേജിൽ ഇതുപോലെ പെർഫോം ചെയ്യാൻ ജോനമോളും കൂടെ വിളിക്കാൻ അങ്കിളും ഉണ്ടാവട്ടെ എന്ന്. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ലെറ്റ്സ് ഗോ. ആൻഡ് നല്ല മൊമെന്റ്സ് രണ്ടുപേരും വരും. ആൻഡ് നമുക്ക് ഇപ്പൊ എല്ലാവരും ആശംസകളും സ്നേഹമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബ്ലെസ്സിങ്സ് ഒക്കെ. അതൊരു ഫിസിക്കലി ഒരു മെമെന്റോന്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഒരു ടീം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ഫാമിലിയാണ് ക്ലബ് 84 ഫാമിലിനെ എവ്രിവൺ ഒരുപാട് സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ടു ഹാൻഡ് ഓവർ ദ മെമെന്റോ ഫോർ ദ സിൽവർ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫ് മാത്യു ആൻഡ് ബീന. പ്ലീസ് ദ ഹോൾ ഫാമിലി. നമ്മളെല്ലാ മെമ്പേഴ്സും ഉണ്ട്. ചെയർമാൻ പി ഡി ജോർജ്, അദ്ദേഹവും മറ്റു മെമ്പേഴ്സും കൂടിയാണ്. The best for the 24 years. ഇത് അവസാനം ഞങ്ങൾ ഫോം ചെയ്ത് 4 വർഷം മുന്നേ ഫോം ചെയ്തതാണ് ക്ലബ് 84. ഈ ക്ലബ് 84ൽ ഞങ്ങൾ 16 ഫാമിലി ഉണ്ട്.
ഈ ഫാമിലിയിൽ നമ്മളെപ്പോഴും ഞങ്ങൾ മന്ത്ലി അറ്റ്ലീസ്റ്റ് വൺസ് നമ്മൾ ഗ്യാദർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇൻഫോർമലി നമ്മൾ എങ്ങനെയാണോ നമ്മൾ ചേർത്ത് വെക്കുന്നത് അത് അവസാനം നമ്മൾ ഫോർമലി ചേർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ലബ് 84 രൂപീകൃതമായത്. ഇപ്പോഴും വളരെ സജീവമായിട്ട് ഭംഗിയായിട്ട് പോകുന്നു. ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും ഒരു മ്യൂച്വൽ കോണ്ടാക്ട്, എപ്പോഴും നമ്മുടെ ഗ്യാതറിങ്, അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ സപ്പോർട്ട്. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള സപ്പോർട്ട്, ലീഗലായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും അഡ്വൈസസ്, അതേപോലെ എല്ലാ അർത്ഥത്തിലും ഇൻവെസ്റ്റ്മെന്റോ അല്ലയോ അല്ലെങ്കിൽ ഫൈനാൻഷ്യലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ഉള്ള കണക്ഷൻ ഉള്ള അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാനും നമ്മുടെ ഇടയിൽ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ് ക്ലബ് 84. അതിന്റെ എന്തെങ്കിലും ഒരു എസ്പെഷ്യലി നമുക്ക് ഒരു ഫൈനാൻഷ്യൽ എമർജൻസി ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുപോലും ഞങ്ങൾ മീറ്റ് ചെയ്തുകൊണ്ട് അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ് ക്ലബ് 84. വളരെ ഭംഗിയായിട്ട് 4-ാം വർഷം ഇത് തുടർന്നു. നന്ദി. ഗുഡ് ഈവനിങ് മാത്യു. Good evening, Bina. And good evening, darling Johanna. And good evening, every one of you. ജീവിതം ഷെയർ ചെയ്യപ്പെടുമ്പോഴാണ് ആസ്വാദ്യമാണ്. അത് 1-2 മൊമെന്റ്സോ 3-4 മണിക്കൂറോ അയാൾ ചക്രവർത്തിയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, എത്രയോ യുദ്ധങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജയിച്ചതാണ്. ഇപ്പോൾ എന്റെ ഈ പ്രാർത്ഥന എന്റെ ജീവൻ എടുക്കൂ, എന്റെ ഭാര്യയ്ക്ക് പകരം എന്റെ ജീവൻ എടുക്കൂ. ചക്രവർത്തി വളരെ വികാരീയമായി അയാളുടെ പക്ഷേ പലപ്പോഴും പല ആഘോഷങ്ങളും അവരുടേതായിട്ടുള്ള ജീവിത രീതികളും പല സമൂഹത്തിൽ നിന്ന് കാണുന്ന പല പൊയ്മുഖങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുമ്പോൾ പ്രാർത്ഥനയിലൂടെ മുന്നേറുവാൻ കഴിഞ്ഞ മാത്യുവിനും ബീനയ്ക്കും അവരുടെ ജീവിതം ഇനിയും എത്രയോ വർഷങ്ങൾ മുന്നോട്ട് പോകണം എന്നതാണ് അത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അതിവിടെ കൂടി എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലൈഫ് ഈസ് എ ഫെറി ബോട്ട് എന്നാണ് മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത്. ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ഈസ് എ ഫെറി ബോട്ട്, ഒരു കടത്തു വഞ്ചിയാണ് ജീവിതം. ആ വഞ്ചി തുഴഞ്ഞ് അതിന്റെ മറുകരയിൽ എത്തുമ്പോഴാണ് ജീവിതത്തിന്റെ വിജയം നാം കാണുന്നത്. വഞ്ചിയിലൂടെ തുഴയുമ്പോൾ കാറ്റ് വരും, കൊടുങ്കാറ്റ് വരും, പല ബുദ്ധിമുട്ടുകൾ വരും. ആ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതമാകുന്ന യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മറുകരയിലെത്തുമ്പോഴാണ് യഥാർത്ഥമായ ജീവിതത്തിന്റെ നന്മ ഉണ്ടാകുന്നത്. ഞാൻ ഒത്തിരിയേറെ പറയുന്നില്ല. പ്രിയങ്കരനായ മാത്യുവിനും പ്രിയങ്കരയായ ബീന മാഡത്തിനും സിസ്റ്ററിനും അതുപോലെ അവർ 2 കുട്ടികൾക്കും എല്ലാ നന്മകളും ഞാൻ നേരുകയാണ്. ഈശ്വരൻ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഒരു ചെറിയൊരു ഫെലിസിറ്റേഷനിലേക്ക് പോയിട്ട് നമ്മള് മക്കളുടെ ഒരു ഗ്രൂപ്പ് ഡാൻസിലേക്ക് പോകും. മത്തായിച്ചാനും ചേച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ 2 വർഷത്തെ പരിചയമുള്ളൂ. പക്ഷെ എനിക്ക് എന്താ പറയാ, ഇപ്പം ഞാൻ പറയുമ്പോൾ അത് വലിയ എല്ലാവരും പറയുന്ന പോലെ ഉണ്ടാകും. പക്ഷെ അങ്ങനെയല്ല. ഭയങ്കര ഫ്രണ്ട്ലി, അല്ലെങ്കിൽ ഒരു ചേച്ചി ചേട്ടൻ, അങ്ങനെ നമുക്ക് ഒത്തിരി ഒരു ഹാപ്പിനെസ്സും എല്ലാം തരുന്ന 2 വ്യക്തികളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഒട്ടും ഇല്ലാത്ത ഒരു സംഭവം തന്നെയാണ് ഈ 25 ഇയേഴ്സ്. അല്ലെങ്കിൽ എൻ്റെയൊക്കെ പേരൻസിൻ്റെ സമയത്ത് 50 അല്ലെങ്കിൽ 25 അതൊക്കെ എപ്പോഴും ഉള്ള. പക്ഷെ
അല്ലെങ്കിൽ ഞങ്ങളും മത്തായിച്ചാനുമായിട്ട് തുടങ്ങിയ ആ ഒരു ബന്ധം കഴിഞ്ഞ 27 അപ്പുറം ഏകദേശം 28 വർഷമായി. ഞങ്ങള് 17 വർഷക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സൗദി അറേബ്യയിൽ ഒരുമിച്ച് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചു, സഹോദരങ്ങളെ പോലെ. അതിനുശേഷം ഞങ്ങൾ ഖത്തറിൽ വന്നു. അടുത്ത ടിക്കറ്റ് എടുത്ത് ഇവർ ഞങ്ങളുടെ പുറകെ, ഇവർ ഞങ്ങളുടെ കൂടെ എത്തി. ഈ ഒരു ബന്ധം, ഈ 28 വർഷത്തെ ബന്ധം എന്ന് പറയുന്നത് തീരെ ചെറുതല്ല. അത് എന്ന് കണ്ട ദിവസം തൊട്ട് ഈ നിമിഷം വരെ അതേ ഒരു വാല്യൂയോട് കൂടിയ ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനെങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. പ്രത്യേകിച്ച് അത് മാത്യുവിനെയും ബീനയെയും കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കപ്പിൾ. ഇത്രയും മാത്രം മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും അല്ലെ അവരുടെ അവസരം ഇങ്ങനെ ഒരു നല്ല കുടുംബത്തെ എനിക്ക് കിട്ടാൻ അല്ലെങ്കിൽ അവരോടൊപ്പം സ്നേഹിക്കാൻ ഒരു ചെറിയ അനിയനും അനിയത്തിയുമായിട്ട് കൊണ്ടു നടക്കുവാൻ ബിനോയ്ശാന്ന് ഏത് സമയം വിളിച്ച എന്തൊരാവശ്യം പറഞ്ഞാലും കൂടുണ്ട്. മാത്യു ആൻഡ് ബീന, ദൈവം അനുഗ്രഹിക്കേണ്ട എല്ലാ നന്മകളാലും അടുത്ത ഇതുപോലെ 50-ാം വർഷം ഓക്കെ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ ദൈവം തമ്പുരാൻ അവസരം തരട്ടെ. എല്ലാ നന്മകളും. ഞങ്ങളുടെ കൂടില്ല എങ്കിലും ദൈവം എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ. പറയാനാണെന്നുണ്ടല്ലോ അടുത്തൊരു 5-6 ദിവസത്തേക്ക് ഈ കഥ തന്നെ പറഞ്ഞുകൊണ്ടായിരിക്കും. സമയം വളരെ കുറവ്. നമുക്ക് ഒത്തിരി പരിപാടി മുമ്പോട്ട് ചെയ്യാനുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാ നന്മകളാലും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, दिखी जाए जिंदगानी कब आएगी तू, चलिया तू चलिया। मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, दिखी जाए जिंदगानी कब आएगी तू, चलिया चलिया। ഫോട്ടോ എടുക്കുന്നതിനാണ് സമീർ ബ്രോ.
ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ഓഹ് കൊണ്ടുവാ സജും 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 ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ഓഹ് കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ഓഹ് കൊണ്ടുവാ കുമ്പട് സജും 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 കുറുംകുഴൽ കൊട് സജും 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 അപ്പട് തകിൽപ്പുറം കൊട് നഗര തീരങ്ങളിൽ ലഹരിയിൽ കുളിരവേ ലാലാ ഓഹ് ലാലാ ముందు పట్టినప్పుడు వచ్చుంటాయి ఫీలింగ్స్ వచ్చుంటాయి ఫీలింగ్స్ వచ్చి వచ్చి చెప్పేస్తుంటాయి ఫీలింగ్స్ ఫీలింగ్స్ వచ్చుంటాయి ఫీలింగ్స్ వచ్చుంటాయి ఫీలింగ్స్ వచ్చి వచ్చి చెప్పేస్తుంటాయి ఫీలింగ్స్ మల్లిగా వాడదే అప్పుగడో ഇന്നക്കരയുള്ളവനക്കരെ എത്തും തക്കിടി തരികിടി വേണം ഇത് മാറലേ സൂര്യനും കുരുതിക്കലയും വെള്ളിത്തേർ കാടും മഴയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണ് ഒരു കാരോ കുറുമ്പി ഒരു കാരോ വീരപ്പടയുടെ ഉൾമുടിയെത്തിപ്പട്ടിക്കേറും താളം ഇത് ഉള്ളം കൊല്ലിൻ കുന്നിൻ മേലെ കാവടി എത്തും നേരം ഇന്നക്കരയുള്ളവർ ഇക്കരെ എത്തും തക്കിടി തകിടി വേണം ഇത് വാങ്ങണേ സൂര്യനും കുന്നിൻ കളിയും ചൊല്ലിത്തേരും കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണ് വിനായകാരോ ഹരാഹോ മുരുകാരോ ഹരാഹോ വിനായകാരോ മുട്ടത്തക്കാരായല്ലോ ഇനിയെത്തിക്കാവടിയാളെ ഈ തലയിൽ നായിക്കണ്ടേ കുപ്പളവിട്ടാൻ കുളപെട്ടവട്ടം നീരായി കോലം ചുറ്റിക്കോ തുളസിക്കതിർവെള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കാൻ പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ തുളസിക്കതിർവെള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കാൻ പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ തുളസിക്കതിർവെള്ളിയെടുത്ത് കണ്ണാ 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 ഒന്നൂടെ ആടൂലേ കണ്ണാ നീ ആടിയ ഒന്നൂടെ
തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണാ 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 പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലേറെ ഉള്ളിടത്ത് നീക്കാൻ പോകുമ്പോൾ പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലേറെ ഉള്ളിടത്ത് നീക്കുവാൻ പോകുമ്പോൾ കണ്ണാടിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ കണ്ണാടിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ കണ്ണാടിയാടിയ